കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വത്സല മക്കളുമായ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിവിധ പ്രത്യക്ഷപ്പെടലുകളിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിൽ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ പാലക്കാട് കഞ്ചിക്കോട്ടുള്ള റാണി ജോൺ എന്ന സഹോദരിക്ക് പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളും ഈശോ നൽകിയ സന്ദേശങ്ങളുമാണ് നാം നമ്മുടെ വിചിന്തനത്തിന് എടുത്തതും മനസ്സിലാക്കുവാൻ പരിശ്രമിച്ചതും. ഇന്നത്തെ ഈ എപ്പിസോഡിലും റാണി ചേച്ചിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശത്തോട് ഐക്യപ്പെട്ടുള്ള സന്ദേശങ്ങൾ, ഏതാണ്ട് ഇതുപോലെയുള്ള സന്ദേശം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പരിശുദ്ധ അമ്മ നൽകിയത് പങ്കുവയ്ക്കുകയുണ്ടായി. എന്നാൽ വീണ്ടും പരിശുദ്ധ അമ്മ ഇപ്രകാരമുള്ള ഒരു സന്ദേശം കൈമാറുമ്പോൾ ഈ സന്ദേശത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ കാലഘട്ടത്തിൽ മക്കളെ, നിങ്ങൾ വളരെ ആത്മാർത്ഥമായി സന്യസ്തർക്കും സമർപ്പിതർക്കും പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം സാത്താൻ ഇവർക്കെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളായിരിക്കുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ലോകത്തോട് സഭാ മക്കളോട് ആവശ്യപ്പെടുകയാണ്, സമർപ്പിതർ, സന്യസ്തർ, പുരോഹിതർ ഇവരെ പ്രത്യേകം അനുദിന പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാരണം സന്യസ്തരും സമർപ്പിതരും പുരോഹിതരും വലിയൊരു ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധ കൂട്ടിച്ചേർത്ത് ഇപ്രകാരമാണ്: നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും, നിങ്ങളുടെ സഹോദരനാകാം, അപ്പനാകാം, ആരെങ്കിലും പ്രിയപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന ഒരു സൈനികനാണെങ്കിൽ, യുദ്ധ സന്നാഹം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഘോരമായ യുദ്ധം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ എത്രമാത്രം തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുമോ, ആ തീഷ്ണതയിലായിരിക്കണം നിങ്ങൾ സമർപ്പിതർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയും പുരോഹിതർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടതെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ്. കാരണം അമ്മ പറയുകയാണ്, ഇവരുടെ ജീവിതം സാത്താൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ജീവിതമല്ല. കാരണം ഇതൊരു പ്രത്യേക ദൈവ വിളിയാണ്. ദൈവത്തിൻ്റെ ഒരു വിളി സ്വീകരിച്ച ഈ മക്കൾ ദൈവവിളിയിൽ മുന്നോട്ട് പോകുമ്പോൾ, ദൈവീക പദ്ധതികൾ ഇവരിലൂടെ നിറവേറപ്പെടുമ്പോൾ, ഇവരുടെ ശുശ്രൂഷകളിലൂടെ സാത്താൻ്റെ കോട്ടകൾ തകരപ്പെടുന്നതിനാൽ സാത്താൻ ഇവരെ വ്യക്തിപരമായി പോരാടിക്കൊണ്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുക.
അതുകൊണ്ട് പരിശുദ്ധൻ പറഞ്ഞു, മക്കളെ, ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളാണ് പുരോഹിതന്, സന്യസ്തന്, സമർപ്പിതരും. അവരെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഇത് പുരോഹിതരും സന്യസ്തരും സമർപ്പിതരും ആദ്യം തന്നെ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് അവരിലൂടെ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ പദ്ധതിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഇവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം, പദ്ധതി ഇവർക്ക് പോലും മനസ്സിലാകുന്നതിലപ്പുറം ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ്, ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇവരിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന പ്രതീക്ഷയും ഇവരെ കൊണ്ട് ദൈവം ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളും നന്നായി അറിയാവുന്ന സാത്താൻ ഇവരെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളായിരിക്കുക. അതുകൊണ്ട് പരിശുദ്ധൻ പറഞ്ഞു, മക്കളെ, നിങ്ങൾ പുരോഹിതർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇത് നമ്മൾ കൂട്ടിച്ചേർത്തു. സാത്താൻ്റെ ചില സമർപ്പിതർക്കെതിരെ, വൈദികർക്കെതിരെ, സന്യസ്തർക്കെതിരെ സാത്താൻ വെച്ചിരിക്കുന്ന ചില കെണികൾ അമ്മ വെളിപ്പെടുത്തി കൊടുത്തു. ഒന്ന് ഇപ്രകാരമാണ്: ഇവരെ തമ്മിൽ പോരടിക്കുവാൻ, തമ്മിൽ എതിർക്കുവാനുള്ള കെണി സാത്താൻ ലോകത്ത് വിരിച്ചിരിക്കുകയാണ്. അതായത് വൈദികർ തമ്മിൽ, സന്യാസർ തമ്മിൽ പോരടിക്കുവാൻ, തമ്മിൽ എതിർക്കുവാൻ, മാത്സര്യ ബുദ്ധിയോടുകൂടി ജീവിക്കുവാൻ, ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള അഹങ്കാര ചിന്തയോടുകൂടി മുന്നോട്ട് പോകുവാൻ, അങ്ങനെ തമ്മിൽ എതിർത്തുകൊണ്ട് ദൈവമേൽപ്പിച്ചിരിക്കുന്ന പദ്ധതികളെ അത് പ്രാവർത്തികമാക്കുവാൻ സാധിക്കാത്ത രീതിയിൽ ഭിന്നതയുടെ, എതിർപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, ദേഷ്യത്തിൻ്റെ, മുൻകോപത്തിൻ്റെ ദുരാത്മാക്കൾ വൈദികരെ, സമർപ്പിതരെ, സന്യസ്തരെ പിടികൂടുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് പരിശുദ്ധൻ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിഞ്ഞ ഇപ്രകാരമാണ്. ഇത് വൈദികരുടെ ജീവിതത്തിൽ മാത്രമല്ല, എല്ലാ ക്രൈസ്തവരുടെ ജീവിതത്തിലും കാണുന്ന ഒരു കാര്യമാണ്. തിന്മ ക്രൈസ്തവൻ്റെ ആത്മാവിനെയാണ് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ പരിശുദ്ധം പ്രത്യേകമായി വൈദികരെയും സന്യസ്തരെയും സമർപ്പിതരെയും ഏറ്റെടുത്ത് പറയുകയാണ്. സാധാരണ ഒരു അൽമായനും ഈ പോരാട്ടത്തിൽ തന്നെയാണ്. എന്നാൽ ഈ സാധാരണ ഒരു അൽമായനെ ഉപദ്രവിക്കുന്നതിലും കൂടുതൽ തിന്മ ഈ ഒരു വൈദികരെയും തിരഞ്ഞെടുക്കപ്പെട്ട് പ്രത്യേകമായ ശുശ്രൂഷ പൗരോഹിത്യം ലഭിച്ചിരിക്കുന്നവരെയും സമർപ്പിതരെയും സന്യസ്തരെയും ഒക്കെ ആക്രമിക്കുന്നൊരു കാലഘട്ടത്തിൽ പ്രാർത്ഥന തീഷ്ണതയോടുകൂടി അവർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കണമെന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു തരിക. കാരണം ഇന്ന് നമ്മളിൽ സഭയിലേക്ക് നോക്കുമ്പോൾ നമുക്കിതൊക്കെ നിറവേർന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സിറോ മലബാർ സഭയിൽ തന്നെയുള്ള ഭിന്നിപ്പും വൈരാഗ്യവും പിളർപ്പും മത്സര ബുദ്ധിയോടെയുള്ള മുന്നോട്ടുള്ള പോക്കുമൊക്കെ നമുക്ക് കഴിഞ്ഞ ഈ കാലഘട്ടത്തിലൊക്കെ കാണുന്നുണ്ട്. ഏതാണ്ട് അനേകം അൽമായ സഹോദരങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാകാം ഇപ്പോൾ അതിന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും ഈശോയുടെ തിരുഹൃദയവും ഈ ലോകത്ത് വിജയം വരിക്കുന്ന ഒരു സമയമുണ്ട് എന്നും പരിശുദ്ധ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭിന്നിപ്പിൻ്റെ ദുരാത്മാക്കൾ തകർന്നു പോകുന്ന ഒരു സമയം വരും എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാം. ഈ കാലഘട്ടത്തിൽ വൈദികരും സന്യാസിനും സമർപ്പിതരും വ്യക്തിപരമായി മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം കൂടിയാണിത്. സാത്താൻ ഇവർക്കെതിരെ വെച്ചിരിക്കുന്ന ഈ എതിർപ്പിൻ്റെ കെണി, എന്തിനേയും എതിർക്കാൻ, പരസ്പരം എതിർക്കാൻ, പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ, ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് അംഗീകരിക്കാത്ത അവസ്ഥ, അഹങ്കാരത്തിൻ്റെ വിത്ത് മുളയ്ക്കപ്പെടുന്ന ഒരവസ്ഥ, അത് ഞങ്ങളും തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സാത്താൻ വെച്ചിരിക്കുന്ന ഈ കെണിയിൽ വൈദികരാരും പെടാതെ, സന്യസ്തരാരും പെടാതെ മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധൻ പറയുകയാണ്. അമ്മ ഏറ്റുപറഞ്ഞ ഇപ്രകാരമാണ്: നിങ്ങൾ തീഷ്ണതയുടെ അഗ്നിയാൽ
പുരോഹിതരും സമർപ്പിതരും സന്യസ്തരും ജ്വലിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ തീഷ്ണതയുടെ അഗ്നി അവരുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നതിന് വേണ്ടി, അവരുടെ മനസ്സിലേക്ക് കത്തി ജ്വലിക്കുന്നതിന് വേണ്ടി, ആത്മാവിൽ കത്തി ജ്വലിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷയോടുള്ള ഒരു തീഷ്ണതയുടെ അഗ്നി എല്ലാ പുരോഹിതരിലും സന്യസ്തരിലും സമർപ്പിതരിലും കത്തി ജ്വലിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധയമ്മ ആവശ്യപ്പെടുകയാണ്. പിന്നീട് സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമായൊരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ തിന്മ നിരന്തരം പോരാടുന്ന ഈ അവസ്ഥയിൽ പരിശുദ്ധ പറഞ്ഞു തരികയാണ്, നിങ്ങൾ വൈദികരിലും സമർപ്പിത സന്യസ്തരിലും ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ തീഷ്ണതയുടെ അഗ്നി ജ്വലിക്കുവാൻ പ്രാർത്ഥിക്കണം. ഇനി അടുത്ത കെണി പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്ന ഇപ്രകാരമാണ്: അശുദ്ധ പാപത്തിലേക്ക് സന്യസ്തരെയും സമർപ്പിതരെയും വൈദികരെയും നയിക്കുവാൻ സാത്താൻ കെണി വിരിച്ചിരിക്കുകയാണ്. നമ്മൾ കൂട്ടിച്ചേർത്തു, ഈ സന്യസ്തര് സമർപ്പിതര് വൈദികരൊക്കെ അവർ മനുഷ്യരാണ്. മാനുഷികമായ കുറവുകളും മാനുഷികമായ ബലഹീനതകളും ഉള്ളവരാണ്. ഇവരെയാണ് ദൈവം തിരഞ്ഞെടുത്ത്, ദൈവം വിശുദ്ധീകരിച്ച്, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവം വിളിച്ച് ചില പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. അപ്പം മനുഷ്യൻ്റെതായ എല്ലാ പ്രവണതകൾ, ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവണതകളൊക്കെ എല്ലാ മനുഷ്യരിലും ഉള്ളതുപോലെ വൈദികരിലും സന്യസ്തരിലും സമർപ്പിതരിലും ഒക്കെ ഉണ്ട്. എന്നാൽ തിന്മ ഇത് മുതലെടുത്തുകൊണ്ട് അശുദ്ധ പാപത്തിലേക്ക് ഇവരെ നയിക്കുന്ന ഒരു കെണി ലോകത്ത് വെച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പരിശുദ്ധ പറഞ്ഞ്, നിങ്ങൾ വൈദികരും സന്യസ്ത സമർപ്പിതരും ഒക്കെ ഈ പൗരോഹിത്യ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, സന്യസ്ത ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി കാലെടുത്ത് വയ്ക്കണം. ദൈവം നൽകിയിരിക്കുന്ന ദൈവവിളിയുടെ ഒരു അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ. ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു കരവലയമുണ്ട്. ദൈവം ഏൽപ്പിച്ചതിരിക്കുന്ന ഒരു അതിർത്തിയുണ്ട്. ഈ അതിർത്തി കടക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കാരണം സംരക്ഷണ വലയം കർത്താവ് നൽകുന്നതാണ്. കാരണം അവൻ ദുഷ്ടൻ തകർക്കുവാൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ദൈവത്തിനുണ്ട്. എന്നാൽ പല പ്രലോഭനങ്ങളിലേക്കും സാത്താൻ നയിക്കും. അവൻ്റെ ജീവിതം ഇതുതന്നെയാണ്. എൻ്റെ പരിശുദ്ധം കൂട്ടിച്ചേർക്കുകയാണ് ആദത്തെയും ഹവ്വായെയും സാത്താൻ വീഴ്ച കാര്യം. അവൻ പ്രലോഭനങ്ങൾ നൽകുന്നവരാണ്. പലപ്പോഴും ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കാതെ, ശക്തിയില്ലാതെ വീണു പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് പരിശുദ്ധയമ്മ പറയുകയാണ്, ആത്മീയ നിറവുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് അശുദ്ധ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ. ഇത് തിന്മ ഈ ലോകത്ത് വിരിച്ചിരിക്കുന്ന ഒരു വലിയ വലയാണ്. അതുകൊണ്ട് ആത്മീയ നിറവുള്ളവരായി എല്ലാ വൈദികരും സന്യസ്തരും സമർപ്പിതരും മാറുന്നതിന് വേണ്ടി മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. ആത്മീയ നിറവുള്ളവരായി ദൈവവിളി സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് ആത്മീയ നിറവ് ലഭിക്കണമെന്ന് നിർബന്ധമില്ല. അതിനായി തീക്ഷ്ണതയോടെ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അതിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, ആത്മീയ നിറവിൽ ജ്വലിക്കുവാൻ, ദൈവിക ശുശ്രൂഷയോടുള്ള തീഷ്ണതയിൽ ജ്വലിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കരുത്. പരിശുദ്ധ ഞാൻ പറയുകയാണ്, ഇത്രയും ആളുകളുണ്ട്, ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ പറയാം, നിൻ്റെ ഒരു പ്രാർത്ഥനയായിരിക്കും ദൈവീക ശക്തി ഒരു പുരോഹിതൻ്റെ മനസ്സിൽ നിറയുവാൻ ഇടവരുത്തുന്നത്. ദൈവീക ശക്തി അവൻ്റെ ശരീരത്തിലേക്ക്. അമ്മ പറയുക, നീ പ്രാർത്ഥിച്ചാൽ, നീ പ്രാർത്ഥിക്കും, നിൻ്റെ പ്രാർത്ഥന കൊണ്ട് അനേകം സന്യസ്തരുടെ, അനേകം പുരോഹിതരുടെ ശരീരത്തിലേക്ക് ദൈവശക്തി കടന്നു വരും.
അവരുടെ മനസ്സിലേക്ക് ദൈവശക്തി അയക്കപ്പെടും, അവരുടെ ജീവിതത്തിലേക്ക് ദൈവശക്തി നിറയും. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന നിസ്സാരമാണ് എന്ന് നീ കരുതരുത് എന്ന് പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് പരിശുദ്ധ അമ്മ നൽകുന്നത്. പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ പ്രത്യേകമായ ദൈവവിളി സ്വീകരിച്ച മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുക. കാരണം അവർ തിന്മയുടെ ആക്രമണത്തിന് വിധേയരാകാൻ സാധ്യതയുള്ളവരാണ്. കാരണം അവർ അനുദിനം ഏർപ്പെട്ടിരിക്കുന്നത് തിന്മയ്ക്കെതിരായിട്ടുള്ള യുദ്ധത്തിലാണ്. അതുകൊണ്ട് തിന്മയ്ക്കെതിരായി യുദ്ധം ചെയ്യുന്ന വ്യക്തികളെ അവർക്കെതിരെ തിന്മയും യുദ്ധം ചെയ്യും എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തോട് മുഴുവൻ, പ്രത്യേകിച്ച് വിശ്വാസികളായ അൽമായ സഹോദരങ്ങളുടെ പ്രാർത്ഥനയിൽ വൈദികരെ, സന്യസ്തരെ, സമർപ്പിതരെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. ഇനി വൈദികരോടും സന്യസ്തരോടും സമർപ്പിതരോടും അമ്മ പറഞ്ഞു, ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി, ഈ സാഹചര്യത്തിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കുന്നതിന് വേണ്ടി എൻ്റെ വിമല ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, വൈദികരും സന്യാസി സമർപ്പിതരുമല്ല, അൽമായരുൾപ്പെടെ നമ്മളെല്ലാവരും ക്രൈസ്തവരാണെങ്കിൽ തിന്മയുടെ പോരാട്ടത്തിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന സുരക്ഷിത സങ്കേതമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം. അമ്മയുടെ വിമല ഹൃദയത്തിൽ നിങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിൻ്റെ 33 ദിവസത്തെ ഒരുക്ക ശുശ്രൂഷയിലൂടെ ഏതെങ്കിലും ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ യജ്ഞം ലോകം മുഴുവനും ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. മിക്കവരും ഈ 33 ദിവസത്തെ നൊവേന പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇല്ലെങ്കിൽ അതിനുള്ള സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമുക്ക് സംരക്ഷണം അത്യാവശ്യമുള്ള കാലഘട്ടമാണ്. അതാണ് പരിശുദ്ധ ഞാൻ പറഞ്ഞു തരുന്നത്. തിന്മ നേരിട്ട് പോരാടുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലി അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ വിമല ഹൃദയത്തിൽ നീ നിന്നെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ലോകത്ത് സുരക്ഷിതരായിരിക്കുക. ദൈവം നൽകുന്ന അഭയസങ്കേതമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് നിന്നെ പ്രതിഷ്ഠിച്ച് അവിടെ ഒരു സ്ഥാനം പിടിക്കുവാൻ നീ മറക്കരുത്, മടിക്കരുത്, മാറി നിൽക്കരുത് എന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു, എന്നെ വണങ്ങുന്ന പുരോഹിതരെയും സന്യസ്തരെയും സമർപ്പിതരെയും പുച്ഛിക്കുന്നതിനും അവഹേളിക്കുന്നതിനും താറടിക്കുന്നതിനും സാത്താൻ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. ഇതാണ് വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുലിഖിതത്തിൽ നാം കാണുന്നത്. ദൈവകൽപ്പന കാക്കുന്നവരും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി സ്ത്രീയുടെ സന്തതികളിൽ അവശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യുവാൻ സാത്താൻ പുറപ്പെട്ടു. അവൻ മണൽത്തിട്ടയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന് വെളിപാട് പുസ്തകത്തിൽ എഴുതി വയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയുകയാണ്, പരിശുദ്ധ അമ്മയെ വണങ്ങുന്ന പുരോഹിതർ, അതാണ് അമ്മയുടെ ഈ സ്ത്രീയുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവർ എന്ന് സൂചിപ്പിക്കുന്നത്. ദൈവകൽപ്പന കാക്കുന്നവർ, യേശുക്രിസ്തു സാക്ഷ്യം വഹിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇവർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ സാത്താൻ പുറപ്പെട്ടിരിക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അമ്മ പറയുകയാണ്, എന്നെ വണങ്ങുന്ന പുരോഹിതരെയും സന്യസ്തരെയും സമർപ്പിതരെയും അവഹേളിക്കുവാനും പുച്ഛിക്കുവാനും താറടിക്കുവാനും സാത്താൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ,
പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന വൈദികർ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന വൈദികർ, പരിശുദ്ധ അമ്മയെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും അമ്മയിലേക്ക് ആത്മാക്കളെ നേടുക, അമ്മയുടെ വിമല ഹൃദയത്തിലുള്ള ഈശോയ്ക്ക് ആത്മാക്കൾ നേടാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന വൈദികരെ സന്നിധി സമർപ്പിക്കുന്ന അനേകരുണ്ട് ഈ ലോകത്ത്. ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം അവർ ദൈവ പദ്ധതിയുടെ ഭാഗമായി ദൈവ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർക്കെതിരായി സംസാരിക്കുവാനും അവരെ പല സാഹചര്യങ്ങളും പുച്ഛിക്കുവാനും അവഹേളിക്കുവാനും താറടിക്കുവാനും ഈ ലോകത്ത് സാത്താൻ്റെ ഉപകരണങ്ങളായി അനേകരുണ്ടാകും. അതുകൊണ്ട് ധൈര്യപൂർവം ഏത് സാഹചര്യത്തെയും ഏത് വെല്ലുവിളികളെയും തരണം ചെയ്ത് പ്രത്യാശയിൽ മുന്നോട്ട് പോകുവാനുള്ള കൃപയവർക്ക് ലഭിക്കുവാൻ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുവനെന്നാണ് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നത്. പരിശുദ്ധ അമ്മയുടെ അടുത്ത സന്ദേശമാണ് പള്ളികളും ആൾത്താരകളും കവർച്ച ചെയ്യുവാൻ അനേകർ ഒരുങ്ങിയിരിക്കുന്നു. പള്ളികളും ആൾത്താരകളും കവർച്ച ചെയ്യുവാൻ ഈ കാലഘട്ടത്തിൽ സാത്താൻ കെണിയൊരുക്കുന്നു. കാരണം സക്രാരിയിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവ്, ആ കർത്താവിനെ എങ്ങനെയെങ്കിലും അവഹേളിക്കണം എന്നുള്ളതാണ് സാത്താൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിൽ നമുക്ക് ഇതുപോലെയുള്ള വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും മിഷൻ സ്റ്റേഷൻസിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പള്ളികൾ ആക്രമിക്കുവാനും അൾത്താരകൾ നശിപ്പിക്കുവാനും സക്രാരികളെ അവഹേളിക്കുവാനും അനേകർ തയ്യാറായി കഴിഞ്ഞു, സാത്താൻ ഒരുക്കി കഴിഞ്ഞുവെന്നാണ് പരിശുദ്ധ അമ്മ പറയുക. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ അൾത്താരയെ, സക്രാരിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കുണ്ടെന്ന് പരിശുദ്ധ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അനേക ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പള്ളികൾ ആക്രമിക്കപ്പെടുന്ന, സക്രാരികൾ അവഹേളിക്കപ്പെടുന്ന, അൾത്താരകൾ നശിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധം പറയുകയാണ്, നിങ്ങൾ കാഴ്ചക്കാരായി കേൾവിക്കാരായി നിൽക്കരുത്. പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ അൾത്താര, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് കടമയുണ്ടെന്ന് പരിശുദ്ധം പറഞ്ഞു തരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ പള്ളികൾ ആക്രമിക്കുവാനോ അൾത്താരകൾ നശിപ്പിക്കുവാനോ സക്രാരി അവഹേളിക്കുവാനോ ഒക്കെ ഏതെങ്കിലും വ്യക്തികളിലൂടെ സാത്താൻ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം തകർന്നു പോകുന്നതിന് വേണ്ടി നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ കൊന്തയെല്ലി പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ വിലയുള്ളതാണെന്ന് പരിശുദ്ധ അമ്മ പ്രത്യേകം പറഞ്ഞു തരികയാണ്. എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്ത്, മക്കളെ, ഇന്ന് തിന്മ നോക്കുന്നത് നിങ്ങളുടെ ബലഹീനതകളിലേക്കാണ്. നിങ്ങളുടെ ബലഹീനതകളിൽ അവൻ കടന്നുകൂടും. നമുക്കെല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ചില പോരായ്മകൾ, ബലഹീനതകൾ ഉള്ളവരാണ് നമ്മളെല്ലാവരും. ഈ ബലഹീനതയിലേക്ക് അവൻ കടന്നു വന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ബലഹീനതകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ബലഹീനതകളിൽ ശക്തി പ്രാപിക്കുവാൻ നമ്മൾ പ്രാർത്ഥനയിൽ പരിശ്രമിച്ചില്ലെങ്കിൽ ബലഹീനതകളിലേക്ക് തിന്മ കടന്നു വരികയും നമ്മുടെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് നമ്മെ തകർക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന സാത്താൻ ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് പരിശുദ്ധം പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഓരോരുത്തർക്കുമുള്ള ബലഹീനതകൾ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ രഹസ്യ പാപങ്ങൾ, ആരും അറിയാത്ത ചില രഹസ്യ പാപങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. അത് നുണ പറയുന്ന ശീലമാകാം, കട്ടെടുക്കുന്ന ശീലമാകാം, മറ്റുള്ളവരെ പുച്ഛിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ശീലമാകാം. അത് ഒരുപക്ഷെ അശുദ്ധ പാപത്തിൻ്റെ ഏത് ശീലങ്ങളാകാം, ഒരുപക്ഷെ പരദൂഷണത്തിൻ്റെ ശീലങ്ങളാകാം. നമുക്കറിയില്ല ഏതൊക്കെ ബലഹീനതകളാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുള്ളതെന്ന്. ഈ ബലഹീനതകളെ തിന്മ ചൂഷണം ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബലഹീനതകളിൽ ദൈവശക്തി നിറയുവാനും അതിനെ അതിജീവിക്കുവാനും നിങ്ങൾ പരിശ്രമിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആഹ്വാനം ചെയ്യുകയാണ്.
അതോടൊപ്പം തന്നെ അമ്മ കൂട്ടിച്ചേർന്ന മക്കളെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് സാത്താൻ ഈ ലോകത്തിപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും ക്രൈസ്തവർ വളരെ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങൾ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടില്ലേ, ട്രെയിനിൽ 2-3 പെൺകുട്ടികളെയും കൊണ്ട് ജോലിക്ക് പോയി ഹോസ്പിറ്റലിൽ അവർക്ക് ജോലി കൊടുക്കാൻ കൊണ്ടുപോയ സിസ്റ്റേഴ്സിനെ മനുഷ്യക്കടത്തെന്ന പേരിൽ, അവരെ മതം മാറ്റുകയാണെന്ന പേരിൽ കള്ളക്കേസുകൾ ചമച്ച് ജയിലിലടച്ചതിനെ കുറിച്ച് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി. ഇതാണ് ലോകം. ആ സിസ്റ്റേഴ്സ് അവർ യേശുക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട്, യേശുക്രിസ്തു സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആ സഭാ വസ്ത്രം ധരിച്ച് പോകുമ്പോൾ അത് തിന്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ജപമാല ചൊല്ലിക്കൊണ്ട് പോകുന്ന സിസ്റ്റേഴ്സിനെ ആക്രമിക്കാൻ, വൈദികരെ ആക്രമിക്കാൻ നോക്കിയിരിക്കുകയാണെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നു. അമ്മയെ വണങ്ങുന്ന മക്കളെ പുച്ഛിക്കുവാനും അവഹേളിക്കുവാനും താറടിക്കുവാനും സാത്താൻ വെച്ചിരിക്കുന്ന കെണികൾ ഇന്ന് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. ഇപ്രകാരമുള്ള സിസ്റ്റേഴ്സിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മായ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, തിമോത്തിയോസിന്റെ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിന് പ്രകാരം കാണുന്നുണ്ട്, യേശുക്രിസ്തുവിനെ ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടുമെന്ന്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന നാം എല്ലാവരും പല വെല്ലുവിളികളിലൂടെയും കടന്നു പോകാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തിപ്പെട്ട് തിന്മയുടെ കെണികളെ തകർത്ത് കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിൽ എന്നും ആയിരിക്കുവാനുള്ള പരിശുദ്ധ അമ്മയുടെ ഈ വിളി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്താം. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.